ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇത് ജബലാലിയിലെ അമ്പലമാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജബലാലി അമ്പലത്തിൽ പോയതിനെ കുറിച്ചിട്ട്. ഞാൻ വീണ്ടും ദുബൈയിൽ വന്നപ്പോൾ വീണ്ടും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപരാ ഏകാദശിയൊക്കെ ആയിരുന്നു. എന്തായാലും ചെന്നു, ഭഗവാന്റെ പൂജയൊക്കെ കണ്ടു. ഇത് അവിടുത്തെ ടൈമിംഗ് ആണ് കേട്ടോ. അമ്പലം തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ അപരാ ഏകാദശി ആയിരുന്നു. ഞാനും അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം കൊണ്ടിട്ട് അങ്ങ് പോയതാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഇവിടെ എത്തുന്നത്. ട്രെയിനിൽ മെട്രോയിൽ കയറി എന്തായാലും ഇറങ്ങി ഭഗവാനെയൊക്കെ കണ്ടു. ഇതേ അങ്കിത്തിൻ്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോയത്. പോയി നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാമറയൊന്നും അലോഡല്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടുള്ള വീഡിയോസൊന്നും പിടിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. നമ്മൾ പോയി തൊഴുതു, ഭഗവാന്റെ ആരതിയൊക്കെ കണ്ട് തൊഴുതു നന്നായിട്ട്. നമ്മൾ ചെല്ലുമ്പം ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോഴേ നന്നായിട്ട് തൊഴുതു. പ്രസാദമൊക്കെ നമുക്ക് കിട്ടി അവിടുന്ന്. കേസരി ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് കേസരി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മറ്റത് അവരൊരു പാക്കറ്റിലായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ കയ്യിലാണ് തരുന്നത് കേട്ടോ. അതുപോലെ തിരക്കുള്ളത് കൊണ്ടായിരിക്കും കയ്യിലാണ് തന്നത്. എന്തായാലും ഞാനും പ്രസാദമൊക്കെ മേടിച്ചു. എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കര നല്ല അമ്പലമാണ് കേട്ടോ. അവിടെ എല്ലാ ദൈവങ്ങളും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആവർത്തന വിരസത വേണ്ട. എങ്കിലും അമ്പലത്തിൽ പോയപ്പം ഞാൻ പിടിച്ചതാണ് ഈ വീഡിയോ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഉള്ള അമ്പലത്തിൽ. മുമ്പുള്ള അമ്പലത്തിൽ അങ്ങനെ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാനും നിൽക്കാനൊന്നും തോന്നത്തില്ലായിരുന്നു. പക്ഷേ എന്തോ ഈ അമ്പലം ശിവനും പാർവതിയും എല്ലാവരും ഉണ്ട് കേട്ടോ. മുരുകനും വള്ളി ദേവസേന ഒക്കെ ഉണ്ട്. എല്ലാ ദൈവങ്ങളും ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് അങ്കിത്തിൻ്റെ അമ്മയുടെ പ്രസാദം കാണിക്കുന്നത് അവർക്കും കിട്ടി. എല്ലാവർക്കും ഉണ്ട് അവിടെ. വരുന്ന എല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ട് തന്നെയാണ് വിടുന്നത് കേട്ടോ. ഇതിനപ്പുറത്തോട്ട് ഗുരുദ്വാർ മന്ദിരമാണ് കാണുന്നത്. അവിടെ ഞാൻ പോയില്ല, എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാൾ വന്നപ്പോഴും കയറണം എന്ന് കരുതി, പക്ഷേ സാധിച്ചില്ല. ഇപ്പോൾ വന്നപ്പോഴും ഇങ്ങനെ കണ്ടു, ഇനി പോരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്പലത്തിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സർവം കൃഷ്ണാർപ്പണമസ്തു.